സ്വഭാവത്തിന് ഒരു ഒറ്റ സ്വഭാവമുണ്ട്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവല്ലോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ആ പാടെ എനിക്ക് അവിടെ മുമ്പിൽ ചെന്നിരിക്കാൻ ചിലപ്പോൾ എനിക്ക് പേടിയായിരുന്നു. നീ എന്റെ അടുത്ത് എന്നെ അങ്ങനെ വല്ല ചോദിച്ചു അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് പൊതുവെ സമ്മതിക്കാൻ അറിയാം. വലിയ സ്ട്രാറ്റജി ഒക്കെ വെച്ച് അവിടെ ഒന്നും നിൽക്കാനോ പിടിക്കാനോ ഒന്നും പോവാതെ നമുക്ക് നമ്മളുടെ സമയം നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. ഇത് ഒരാളിനെ നന്നാക്കി അവിടെ ക്ലിയർ ആക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ സിനിമയാണ് ഇപ്പൊ എന്റെ പ്രയോറിറ്റി. സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ 2 സമ്പാദ്യം 2 മക്കള്. ബാക്കി വെച്ചാൽ ഇപ്പൊ എന്നോടൊപ്പം ഇല്ല. ഞാൻ അത് കഴിഞ്ഞ് എന്റെ 3ാമത്തെ സമ്പാദ്യം ഞാൻ എന്റെ തീവ്രമായ ആഗ്രഹത്തിന്റെ നേരെയാണ് അവൻ ഈ കൊഞ്ഞനെ കുത്തിയത്. അത് എന്നെന്നല്ല, ഇതുപോലെ ഒരുത്തരം ചെയ്യരുത്. എന്നെ തോൽപ്പിക്കൂ. ഞാൻ തോൽക്കാൻ തയ്യാറാണ്. കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അറിയില്ല എന്നെ തോൽപ്പിക്കണോ? Introducing Dazzler Eterna Blackfinity Kajal and Dazzler Eterna Kohl Definer. Embrace a cruelty-free beauty routine with the vegan Dazzler Eterna. Nourish your inner beauty. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സല്ലാപത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം സലപിക്കുന്നത് എന്താ പറയാ, ഒരു 10-25 വർഷമായിട്ട് നമുക്ക് നന്നായിട്ട് സുപരിചിതനായ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇദ്ദേഹം ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളും കൂടിയാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നിപ്പോ ഇദ്ദേഹത്തെ പിടിച്ചിരുത്തി ഞങ്ങൾ ഇവിടെ ഇന്റർവ്യൂവിന് കൊണ്ടുവന്നത് തന്നെ. ശ്രീ മുൻഷി രഞ്ജിത്ത് ഏട്ടാ, നമസ്കാരം. അങ്ങനെ 25 ഇയേഴ്സ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ റെഡി ആണല്ലോ. അല്ല, 25 വർഷമായി, അത് ശരി തന്നെ. പക്ഷെ ഇന്റർവ്യൂ കൊടുക്കാൻ മടിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ആരും വിളിക്കാത്തോണ്ട് വരാത്തതാണ്. ആണോ? എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ വിളിച്ചപ്പോ എനിക്ക് വന്നു അത്ര. അയ്യോ, ഞങ്ങളങ്ങ് ഫ്ലാറ്റ് ആയി. ആൾക്കാരെ പറ്റിക്കാൻ രഞ്ജിത്തേട്ടൻ വന്ന ആ ഒരു സമയം ഇപ്പൊ 2000-ലാണ്. മുൻഷി എന്നുള്ള പേര് തന്നെയായിരുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ അന്ന് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ചില പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങുമ്പോഴത്തെ ആ ഒരു ബുമ്മിനെക്കാട്ടിലും അത് പോകെ എത്രയോ എപ്പിസോഡുകൾ പോകുമ്പോൾ ചിലത് പിന്നെ നമുക്ക് ആ ഒരു ഗ്രാഫ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. ഈ മുൻഷി എന്ന് പറഞ്ഞ പ്രോഗ്രാം തുടങ്ങിയപ്പോ തന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം നമ്മൾ അതുവരെ അന്നേരം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. നമ്മൾ വെറും TV മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിൽ സീരിയൽ, സിനിമ, ന്യൂസ്, ഇതിൽ നിന്നും വേറിട്ടൊരു സാധനം, വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു സംഭവം, ഭയങ്കര ഇമ്പാക്റ്റ് ആൻഡ് പഞ്ചോട് കൂടിയിട്ടാണ് അന്ന് അവിടെ ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട അന്നത്തെ താരമാണ് മുൻഷി. അന്ന് അങ്ങനെ കൂടെ കൂട്ടിയ പേര് തന്നെയാണ് മുൻഷി രഞ്ജിത്ത്. പേര് അന്നും കൂടെ കൂട്ടിയില്ല, അതിൽ നിന്ന് മാറിയതിനു ശേഷമൊക്കെയാണ് പിന്നെ പേര് അതിന്റെ കൂടെ ചേരുന്നത്. ഈ മുൻഷിയെ കുറിച്ച് പറയുമ്പോൾ മുൻഷി ഒരു അനിൽ ബാനർജി എന്ന് പറയുന്ന ആളുടെ ഫുൾ ക്രെഡിറ്റ് അയാൾക്ക് തന്നെയാണ്. അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ ക്രിയേഷൻ എല്ലാം അദ്ദേഹം തന്നെയാണ്. പക്ഷെ ആണെങ്കിൽ പോലും അയാൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിരുന്നു. ഒരു സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ഞങ്ങൾ 10 പേരോട് ചേർന്നിരുന്ന് ഡിസ്കസ് ചെയ്ത് അതിന് ഒരു താളം ഉണ്ടാക്കിയിട്ടാണ് ഷൂട്ടിങ്ങിലേക്ക് പോകുന്നത്. അത് തലേ ദിവസം രാത്രി തന്നെ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ അന്ന് രാവിലെ തന്നെ ചെയ്യും. അത് അത്രയ്ക്ക് എല്ലാവരുടെയും ഇൻവോൾവ് ചെയ്യും. ഇപ്പം അവിടെ മേക്കപ്പ് ചെയ്യാൻ വരുന്ന പയ്യൻ പോലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ പുള്ളി അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത അന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ഈ TV-യിൽ ഇത് മുൻഷിയുടെ ആ സൗണ്ടും കോഴി പോകുന്നത് അവസാനം മുൻഷി വന്ന് കോഴി എന്താണ് വേലി ചാടുന്ന പശുവിന് കോല് കൊണ്ട് മരണം, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുകൾ അതെല്ലാം ഇങ്ങനെ കേട്ടോണ്ട്. അത് മലയാള ടെലിവിഷൻ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതെ, ശരിക്കും അതൊരു എഴുതിപ്പെട്ട പോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ചാനലാണെന്നേ ഉള്ളൂ. അതെ, പക്ഷെ അതിന്റെ ഏറ്റവും ഭംഗിയും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിസ്ക് എന്ന് പറയുന്നതും, ഒരു സംഭവം നമുക്ക് പറയാനായിട്ട്, ഒരു സബ്ജക്ട് പറയാനായിട്ട് ഒരു അരമണിക്കൂറത്തെ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഈസിയാണ്. ഇത് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പി ആയിട്ട് വെറും 3 മിനിറ്റോ 5 മിനിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൂ. അത്ര ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം ആൾക്കാരിലേക്ക് എത്തിക്കണം. എന്നിട്ടാണ് അത് പഴഞ്ചൊല്ലിലൂടെ അത് വൈൻഡപ്പ് ചെയ്യണത്. അപ്പൊ അത്രയും ഫൈൻ സാധനങ്ങളിലൂടെ വരിക എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ എത്രത്തോളം ഇരുന്നിട്ടാണ് അതിലേക്കുള്ള വർക്ക്. സ്ക്രിപ്റ്റ് എഴുതാൻ പലരും ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ തന്നെ ഒരു കൺസെപ്റ്റ് തിരഞ്ഞെടുത്തിട്ട് ഇന്ന് AICC സമ്മേളനം നടന്നപ്പോൾ ഒരു വിഷയം നടന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇവിടുത്തെ ഇലക്ഷൻ എന്തെങ്കിലും ഒരു സാധനം എഴുതിക്കൊണ്ട് വരുന്നത് ഒരു റോയാണ്. അത് പെട്രോളിയമാണ്. അതിനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നത് പെട്രോൾ ആക്കി എടുക്കുകയാണ്. നമുക്കിനി ഒരു സെഗ്മെന്റിലേക്ക് പോവാം. പറയാതെ വയ്യ, അതാണ് സെഗ്മെന്റിന്റെ പേര്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, എനിക്ക് പറയാനും വയ്യ.
ഇത് പറയാതെ ഇവിടെ ഒന്നും വിടില്ല, പറയാതെ വയ്യ, എന്തായാലും പറഞ്ഞേ പറ്റൂ ആൻസർ. ഉത്തരം മുട്ടിച്ച് അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് ഉത്തരവില്ല എന്ന് പറയാനും പറ്റൂല. അങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. ഒരാൾക്ക് ജീവിതത്തിൽ എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുമോ അത്രത്തോളം ക്ഷമാശീലമുള്ളയാളാണ് മുൻഷി രഞ്ജിത്ത്. അല്ല, ക്ഷമയില്ല എനിക്ക്. അങ്ങനെ വലിയ ക്ഷമയൊന്നും ഉള്ള ആളല്ല. ക്ഷമ വളരെ കുറവാണ്. പലപ്പോഴും അസ്വസ്ഥനാവുന്ന ഒരാളാണ് ഞാൻ. കാരണം പിന്നെ ഈ അസ്വസ്ഥത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അസ്വസ്ഥത ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോകാറില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതല്ലേ ഉള്ളൂ. അല്ലാതെ ലോകത്തിന് മൊത്തം നന്നാക്കിയിട്ട് എനിക്ക് അതിൽ കൂടെ പോകാം. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം സ്കൂളിൽ ഞാൻ പഠിച്ചതിന് ശേഷമാണ്. അപ്പൊ പുള്ളിക്കാരൻ ഞാൻ ഒരു 4 കവലയിലാണ് എൻ്റെ സ്കൂളിൽ ഇരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരന് അവിടെ നിന്ന് റോഡൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ പുള്ളി ഇങ്ങനെ വന്നിട്ട് നെഞ്ച് നിർത്തി നടക്കുന്ന ആളാണ്, കോലും കുടയും കാണും. പുള്ളി അവിടെ വന്നിട്ട് അവിടെ കൈ കാണിക്കും, ഇവിടെയും കൈ കാണിക്കും, എന്നിട്ട് ഞാൻ അങ്ങോട്ടാണ് എന്നിട്ട് പറഞ്ഞ് നടക്കും. എന്ന് പറഞ്ഞാൽ ഇവരെ നന്നാക്കി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അവരെവിടെ നടക്കുന്നതിനിടയിൽ ഞാൻ ആ ബഹളം ഇല്ലാത്തടത്തൂടെ ഞാൻ പോകും. പക്ഷെ ചിലപ്പോ പെട്ട അവസ്ഥയിലാണ് നമുക്ക് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോഴാണ് അവിടെ ബഹളം ഉണ്ടാകുന്നത്. ഒന്നിൽ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ അവർക്ക് കിട്ടും, സംഭവിക്കും. അതെ, ഒന്നെങ്കിൽ ഞാൻ ഔട്ട് അല്ലെങ്കിൽ അവർ ഔട്ട്, ഒന്നെങ്കിൽ ഞാൻ 2 വാങ്ങിക്കും, അല്ലെങ്കിൽ 2 കൊടുക്കും. അതാ സംഭവിക്കും. പെട്ട അവസ്ഥകളും ചിലപ്പോൾ വരും നമ്മുടെ ലൈഫിൽ. എങ്കിലും ഈ ആവശ്യമില്ലാതൊന്നും അവിടെ കയറി 2 ഡയലോഗ് അടിച്ച് ഞാൻ അങ്ങ് ആളാവാന്ന് വിചാരിക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് ഈ നമുക്ക് നമ്മൾ TV ഷോകളൊക്കെ ചെയ്യുന്നവരാണ്. നമുക്ക് നേരത്തെയും എത്ര വർഷങ്ങളായിട്ട് TV പ്രോഗ്രാമുകൾ. അപ്പൊ ചിലപ്പോൾ TV പ്രോഗ്രാമുകളിൽ സ്റ്റേജ് ഷോസിലും ഒക്കെ നമുക്ക് അതിലുള്ള ചില സാധനങ്ങളൊക്കെ വരും, അപ്പൊ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് സാധാരണ ജീവിതത്തിൽ ആരും അറിയാതെ ഇങ്ങനെ പോയി. പണ്ട് ഞാൻ റേഷൻ കടയിൽ പോകുമ്പോ അമ്മ വീട്ടിൽ പറഞ്ഞു വിടും, പോകാത്തേ ഉള്ളൂ. റേഷൻ കടയിൽ പോകുമ്പോഴത്തേക്ക് അന്നൊക്കെ റേഷൻ കടയിൽ തിരക്കാണ്, കൊച്ചിലേ ഉള്ള കാര്യം, സ്കൂളിൽ പഠിക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചെന്ന എന്റെ മുമ്പിൽ ഒരു 5-6 പേരുണ്ടെങ്കിലേ ഞാൻ മിണ്ടത്തില്ല, ഇങ്ങനെ ഇരിക്കാം. എപ്പോഴെങ്കിലും റേഷൻ കടയിൽ മുതലാളി എന്നെ നോക്കുമ്പോഴേ ഞാൻ മിണ്ടുള്ളൂ. ശബ്ദം കേട്ട ആരെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കുമെന്നുള്ള പേടിയാണ്. അതുപോലും ഇല്ല എനിക്ക്. വളരെ സൈലന്റ് ആയിട്ട് അവിടെ ചെന്ന് ഇങ്ങനാണ് ശബ്ദം ഉണ്ടാകാം. അപ്പൊ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴേ അവിടുത്തെ ആൾക്കാരുടെ ഇഷ്ടം പിടിച്ച് പറ്റുക, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒന്ന് ഷൈൻ ചെയ്യാനായിട്ട് നോക്കുക, ഒന്നും ചെയ്തിട്ടില്ലേ? അത് പഠിക്കുന്ന സമയത്ത്, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെൺപിള്ളേരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി തമാശയൊക്കെ പറയുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി ഇഷ്ടമെന്ന് എത്ര ശ്രമിച്ചിട്ടും ആരുടെയും ഇഷ്ടമൊന്നും കിട്ടിയിട്ടില്ല. ഇഷ്ടം മീൻസ് പ്രണയമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, രമ്യ ഉദ്ദേശിച്ച ഇഷ്ടം തന്നെ അങ്ങനെ വലുതായിട്ടൊന്നും ആരുടെയും ഇഷ്ടം കിട്ടിയിട്ടൊന്നുമില്ല. വളരെ കുറച്ച് പേർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഞാൻ തൃപ്തനാണ്. ഈ 4 കോടി മലയാളി ജനങ്ങളിൽ ഒരു 10 പേരെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തൃപ്തനാണ്. ലോകം മുഴുവൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഏത് കോഴ്സിന് പോകണം എന്ന് ആലോചിച്ചിരിക്കുന്ന സ്വഭാവമില്ല. എന്തിനാണ് അങ്ങനെ ആലോചിക്കുന്നത്? നമ്മൾ സാമൂഹ്യ വിരുദ്ധനായിട്ട് ജീവിക്കാതിരുന്നാൽ മതി. സമൂഹത്തിന്റെ ഒരു മര്യാദയുണ്ട്, ആ മര്യാദയ്ക്ക് അനുസരിച്ച് ജീവിച്ചിട്ടും ആളുകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്തേക്കാം. നമ്മള് നെവർ മൈൻഡ്, നമുക്ക് നമ്മുടെ വഴി. പിന്നെ ഈ കഞ്ചാവ് കച്ചവടം ചെയ്തിട്ട് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത് നടക്കരുത്. അത് പറ്റൂല, പോകൃതരാണ് അല്ലേ? തന്നെ കുറ്റപ്പെടുത്തുന്നവരോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള ചങ്കൂറ്റം മുൻഷി രഞ്ജിത്തിനുണ്ട്. അമ്മേ, ഒറ്റയ്ക്ക് നിന്ന് പോരാടി. ഈ ഒറ്റയ്ക്കാണ് എപ്പോഴും ലൈഫിൽ, എപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കാരണം പലപ്പോഴും നമ്മുടെ ഐഡിയോളജി പലരുമായിട്ടും ചിലപ്പോൾ ചേരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം അവരെല്ലാവരും എതിർക്കുകയുള്ളൂ. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അന്ന് രഞ്ജിത്ത് പറഞ്ഞ് ശരിയാണെന്ന് പറയത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും എനിക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് വാക്കൗട്ട് നടത്തേണ്ടി വരും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ഞാൻ സാധിച്ച് വാശിയോടുകൂടി പിടിച്ചെടുത്തേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഗ്രസീവായിട്ടൊന്നും നിന്നിട്ടില്ല. അതിനുള്ള സാഹചര്യം വരുമ്പോൾ നിൽക്കാനും മടിയില്ല. അതാണ് അതിന്റെ പോയിന്റ്. കാരണം നമ്മളിവിടെ നേടിയേ പറ്റൂ എന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ നേടിയേ പറ്റൂ. ഞാനിപ്പോൾ ഒരു സൈനികനാണ്, അവിടെ പോയി രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട സമയത്ത് ഞാൻ അവിടെ ചെന്ന് അത് നേടിയേ വരുള്ളൂ എന്ന് പറയാൻ നേടി തന്നെ വരാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ചെന്ന് അയ്യോ പാവം പാകിസ്ഥാൻകാരൻ, അവന് വയ്യാതിരിക്കുന്ന, അവനെ കളയിട്ട് തിരിച്ചു വരാം. അവിടെ അതല്ല നമ്മുടെ ഡ്യൂട്ടിയും. അതാ ഈ എല്ലാ കാര്യങ്ങളും സാഹചര്യങ്ങൾക്കും സമയത്തിനും അനുസരിച്ച് മാറി വരും. ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് ചിലടത്ത് ഞാൻ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ വേറെ സാഹചര്യത്തിൽ ഞാൻ ഒഴിഞ്ഞു പോകത്തില്ല. അതുപോലെ തന്നെ ചില ശരികളും അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കും എല്ലാം ശരികളല്ലല്ലോ. ലോകത്തുള്ള എല്ലാം ശരികളല്ലേ. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു ശരിയാണെങ്കിൽ വേറെടുത്ത് അത് ശരിയല്ല. അങ്ങനെയുണ്ട്. അതുപോലെ സാഹചര്യങ്ങൾക്കും സമയത്തിനും അനുസരിച്ച് മാറും. ഒറ്റയാളായിട്ട് പോരാടേണ്ട സിറ്റുവേഷനിൽ പോരാടാനും തയ്യാറാണ്. പിന്നെ പോരാടേണ്ടി വന്നു കഴിഞ്ഞാൽ അതാണ് പറയുന്നത്, സാഹചര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പോരാടിയാലും പറ്റുള്ള. അതിനുള്ള വീറും വാശിയും അറിവും
നമ്മുടെ കയ്യിലുണ്ട്. ചങ്കൂറ്റം അതുണ്ട്. അത് പിന്നെ തീർച്ചയായും സ്ട്രോ. അയ്യോ വേണ്ടായിരുന്നു, കുറച്ച് സോഫ്റ്റ് ആയിട്ട് അടിക്കായിരുന്നു. അയ്യോ. ഓക്കെ. സ്ത്രീകളോട് പൊതുവെ എംപതിയും സിമ്പതിയും കൂടുതലാണ് മുൻഷി രഞ്ജിത്തിന്. അത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്, പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ആണോ? പ്രായം മുന്നോട്ടാകുമ്പോഴാണോ പ്രായം മുന്നോട്ടായെന്ന് പറഞ്ഞാൽ പ്രായം ഒരു പരിധി കടന്നു എന്നാണ് അതിനർത്ഥമില്ല. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മൾ അങ്ങനെ നടക്കുന്ന സമയത്ത് പെൺപിള്ളേരുമായിട്ടുള്ളൊരു അവരുമായിട്ടുള്ള ഒരു ഇടപെടലില്ലെന്നോ അങ്ങനെ അവർക്ക് വലിയ ബഹുമാനം റെസ്പെക്റ്റ് ഒന്നും കൊടുത്ത് അവരെ നല്ലൊരു പൊസിഷനിൽ കണ്ടിട്ടുള്ളതൊന്നുമല്ല. കുറച്ച് കഴിയും നമ്മളെ ലൈഫ് കാണുകയല്ലേ. ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഈ ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കുന്ന ചിലരുമുണ്ട്. ഭയങ്കര ബഹുമാനമാണ് അവരോട്. കാരണം ഒരു സ്ത്രീക്കാണ് ഇവിടെ ഏതെല്ലാം മോശപ്പെട്ട വഴികളിലൂടെ കാശുണ്ടാക്കാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു സമൂഹമാണ് ഇപ്പൊ അതെല്ലാം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, എളുപ്പ വഴികൾ ഒരുപാട് പേര്. ആ വഴികളൊന്നും അല്ലാതെ നമുക്ക് സമൂഹത്തിന്റെ രീതികൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു വഴിയിലൂടെ മാത്രം ജീവിക്കണം എന്ന് വാശിയോടെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് മറ്റുള്ളവരുടെ, കാരണം നമുക്കറിയാം സിമ്പിളായിട്ട് ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഭർത്താവ് മരണപ്പെടുക അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ നമ്മളോട് അപ്രോച്ച് ചെയ്ത രീതിയല്ല ഈ ചുറ്റുമുള്ള പുരുഷന്മാർക്ക് ഭർത്താവ് ഇല്ലാത്തപ്പോൾ ഉണ്ടാകുന്ന രീതി. പാടെ വേറൊരു സ്വഭാവം അങ്ങ് മാറുകയാണ്. കാരണം അവിടെ ഒരു ഗേറ്റ് ഓപ്പൺ ആയി കിട്ടിയെന്നുള്ള ചിന്തയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇതിനെല്ലാം ഈ ആ വഴികളെല്ലാം അടച്ച് നമ്മുടേതായ ഒരു വഴിയിലൂടെ ജീവിക്കുക, കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. അങ്ങനെ ചെയ്യുന്നവരെ നമ്മളത് പരിഗണിക്കുകയും കാണുകയും വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതിയും പരിഭവവും ഇല്ല. ഒരിക്കലും കടപ്പാട് പറയാത്തവര്, നമുക്ക് ഒരിക്കലും തീരാത്ത കടമാണ് അമ്മയോടൊക്കെ ഉള്ളത്. അവർക്ക് ഒരു എന്ത് പരാതിയും പരിഭവം ഉണ്ടോ നമ്മളോടൊന്നുമില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. അത് അമ്മ എന്താണ് അല്ലെങ്കിൽ സ്ത്രീ എന്താണ്, വെറും ഒരു ഭോഗവസ്തു എന്നുള്ളൊരു കാഴ്ചപ്പാട് അത് എങ്ങനെ ഏത് കാലഘട്ടത്തിൽ കടന്നു വന്നു എന്നൊന്നും എനിക്കറിയില്ല നമ്മളിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ത്രീ എപ്പോൾ വിചാരിക്കുന്നു അതുവരെ ഉള്ളൂ ഈ പുരുഷന്റെ മാന്യത. ഒന്ന് അഴിഞ്ഞു കൊടുത്താൽ മതി, അപ്പോൾ ആളെയും പുതിയ പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് വരും, കുളിച്ച് റെഡിയായി. അതാണ് ഈ രീതി ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ പരമാവധി നന്നായിട്ട് ജീവിക്കുന്നവരെ, ഈ പറയുന്ന ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ചിലർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അതിനോടുള്ളൊരു വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. അല്ലാതെ നല്ലവണ്ണം ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ, നല്ലതായിട്ട് പെരുമാറുന്നവരെ എപ്പോഴും ബഹുമാനമേ ഉള്ളൂ. അവരെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനുള്ള മനസ്സുള്ളൂ. ജീവിതത്തിൽ ഒരുപാട് തിരസ്കാരങ്ങളും തിരിച്ചടികളും മുൻഷി രഞ്ജിത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ തിരസ്കാരങ്ങളും തിരിച്ചടികളും ഒന്നും പരാതിയും പരിഭവം ഉള്ളതല്ലാതെ നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. ഈ തിരസ്കാരങ്ങളും തിരിച്ചടികളും പിന്നെ ഒഴിവാക്കലുകളും ഒക്കെയാണ് നമ്മളെ ഇപ്പോഴും മുന്നോട്ട് നടത്തുന്നത്. ഈ ചിലർ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് എഴുതിയിരുന്നു, ചിലരുടെയൊക്കെ ഒരു കരുത്തെന്ന് പറയുന്നത് എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടെന്നുള്ളതാണ് ചിലരുടെയൊക്കെ കരുത്ത്. പക്ഷെ എൻ്റെ കരുത്ത് ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളതാണ്. അപ്പോൾ ഒറ്റയ്ക്കാണെന്നുണ്ടാകുമ്പോൾ ഉള്ളതെന്ന കരുത്ത് കൂടെ ഒരുപാട് പേരുണ്ടാകുമ്പോൾ ഉണ്ടാകത്തില്ലെന്നേ. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കരുത്തേ ഉള്ളൂ. ഒറ്റയ്ക്കാകുമ്പോഴേ ഞാൻ മാത്രമേ ഉള്ളെന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയില്ല. അപ്പോൾ ഈ തിരിച്ചടികളും സങ്കടങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെയാണ് നമ്മളെ വളർത്തി ഇപ്പം കരുത്തനാക്കി നമ്മളിവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം വേണമെങ്കിൽ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു, തൂങ്ങിയേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻ, ഒരു വഴി അടഞ്ഞെങ്കിൽ ഇവിടെ ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ ലക്ഷങ്ങൾ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് വളരെ ആവശ്യം കടം വേണം. അപ്പൊ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്കായി. അപ്പം ഞാൻ വേറൊരു ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ട് അവിടെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കതിന് അർഹതയില്ല. കാരണം സിബിൽ സ്കോർ ഇല്ല, ക്രെഡിറ്റ് കാർഡ് കിട്ടത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഈ കിടക്കുന്ന ചെറിയൊരു മാലയാണ് എൻ്റെ ഏറ്റവും അവസാനത്തെ സമ്പാദ്യം. അതങ്ങനെ എപ്പോഴും കാണും കഴുത്തിൽ. കാരണം അത് മാറ്റാൻ എനിക്ക് വലിയ ഒരു ചെറിയൊരു കോൺഫിഡൻസിൻ്റെ ഒരു സാധനമാണ്. അതുകൊണ്ടൊന്ന് പണയം വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പണയം വെച്ച് നിർഭാഗ്യവശാൽ ഇതിനു മുമ്പ് പണയം വെച്ചപ്പോൾ എൻ്റെ പഴയ ബാങ്കിൻ്റെ അക്കൗണ്ടാണ് കൊടുത്തിരുന്നത്. ഈ ക്യാഷ് അവിടേക്കാണ് പോയത്. അതിനകത്ത് 100 രൂപ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പം എല്ലാം റോബോട്ടിക് ആയതുകൊണ്ട് അവിടെ പണം അടയ്ക്കാത്തത് കൊണ്ട് അതങ്ങ് എടുത്തുകൊണ്ട് പോയി. എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അവസാനം ആ ആവശ്യം ഞാൻ ഏത് രീതിയിൽ നിർവഹിച്ചു എന്ന് എനിക്കറിയത്തില്ല. അതായത് ഓരോ മാർഗങ്ങൾ അടഞ്ഞ് പോകുന്ന ഒരവസ്ഥയിലേക്കാണ്. അപ്പം എന്താണ് ജീവിതത്തിൽ ഇത്രയും തിരിച്ചടി വരുന്നത്? ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവനല്ലല്ലോ, ഇനി എന്തിനു ജീവിക്കണം, ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയല്ലോ എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാവരും ഒരു പക്ഷേ ചിലർ അങ്ങനെ തീരുമാനിക്കും. പക്ഷെ അവിടെ ഒന്നും അങ്ങനല്ല. ഇത്രയൊക്കെ തിരിച്ചടികളുണ്ട്, ഇനിയും അപ്പം തിരിച്ചടികൾ നേടാൻ ഞാൻ എൻ്റെ കരുത്തുണ്ടല്ലോ, അടുത്തതിലേക്ക് പോകാം എന്നങ്ങ് ചിന്തിക്കുക എന്നുള്ളേ ഉള്ളൂ.
അവഗണനയും കരുത്തും കൊണ്ട് അല്ല, അവഗണനയും തിരിച്ചടികളും കൊണ്ട് നമ്മൾ ഒളിച്ചോടാൻ പോയി കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവഗണന ഇല്ലാത്ത ലോകത്ത് ആരുണ്ട്? എല്ലാവർക്കും അവഗണനയും തിരിച്ചടികളും കിട്ടിയിട്ടുണ്ട്. തനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും ആവശ്യമായ റെസ്പെക്ട് കിട്ടാത്ത പക്ഷം മുൻഷി രഞ്ജിത്ത് അസ്വസ്ഥരാകും. അത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനാണ് വിളിച്ചതെന്നൊക്കെ തോന്നും ചിലപ്പോൾ അവര്. മുൻഷി രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേര് കേൾക്കുമ്പോഴത്തേക്ക് ചില എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലും. അവർ പൃഥ്വിരാജിനെയൊക്കെ ആയിരിക്കും മനസ്സിൽ പ്രതീക്ഷിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ പ്രതീക്ഷയൊത്ത് ഉള്ള ഞാൻ സംസാരിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ മൈക്കിൽ കയറി കഴിഞ്ഞ് 2 വാക്ക് സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരും. അതിന് മുമ്പ് ഈ പറഞ്ഞുള്ള ചില അവഗണനകൾ അവർ ഒരു വേണ്ടുന്നൊരു പരിഗണന, അവഗണനയല്ല, പരിഗണന കിട്ടാത്ത സിറ്റുവേഷൻസ് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതേ പിന്നെ നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ പോലും ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ പുറത്ത് ഒരു ഫംഗ്ഷന് പോകുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് നിരവധി തവണ. അതാ പറയും, ഈ ഒരു പ്രാവശ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതൊരു വലിയ അയ്യോ ഇങ്ങനെ സംഭവിച്ചോന്ന് തോന്നുന്നത്. നിരന്തരം ഉണ്ടാക്കി കഴിയും പിന്നെ തോന്നാനാണ്. സ്ഥിരം ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ സിനിമാ രംഗത്തൊക്കെ ആവണം, അത് ഇപ്പൊ സ്ഥിരം ഉണ്ടാകുന്നതാണ്. ഇതുപോലെ വെട്ടിക്കളയിൽ ഒക്കെ സ്ഥിരം സംഭവിക്കുന്നത്, അതൊക്കെ ഇതിന്റെ പാർട്ടാണെന്ന് നമ്മൾ വിചാരിച്ചങ്ങ് പോകും. അപ്പൊ അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകും. അസ്വസ്ഥത ഉണ്ടാവും. അല്ല, നമ്മളെ പരിഗണിക്കുന്ന സ്ഥലം വേറെ ഉണ്ടെന്നേ. അതില്ലെങ്കിലാണ് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഇവിടെ കിടക്കാം. പരിഗണിക്കുന്ന സ്ഥലം വേറെ ഉണ്ട്, അത് കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്തിനാണ് ഇവിടെ സമയം കളയുന്നത്? ആ തിരിച്ചറിവും ആ ഒരു കോൺഫിഡൻസും പിന്നെ എന്താ പറയാ, എല്ലാത്തിനും ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റും ഇതെല്ലാം ഉള്ളതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം അല്ലേ? ഞാൻ സ്ട്രോങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിന് വേറൊരു മറുവശം പറയട്ടെ. ഇപ്പോഴും പനി വന്നാൽ എനിക്ക് അമ്മയെ വിളിച്ചിട്ട് അമ്മയെ കാണണമെന്ന് പറയും. ഈ പ്രായത്തിൽ ഞാൻ ഒരു പനി വന്നു കഴിഞ്ഞാൽ അമ്മയെ എനിക്ക് കാണണമെന്ന് പറയും. ആനിമാരാരെങ്കിലും കൊണ്ടുവരും. അപ്പൊ അതൊരു ചങ്കൂറ്റൊന്നോ കരുത്തൊന്നൊന്നും അല്ല. അത് അമ്മയെ കാണണമെന്ന് പറയുന്നതായിരിക്കും എൻ്റെ ചങ്കൂറ്റം. അങ്ങനെ ഞാൻ കരുതുന്നു. അല്ലെ പിന്നെ ഏറ്റവും അടുത്ത ആളിനോട് അപ്പഴേ വിളിച്ച് സങ്കടം പറയുക, അതങ്ങനെ സംഭവിച്ചോടെ ഞാൻ അതായത്. അപ്പൊ അതൊക്കെ പറയുന്നതിനാണെന്നല്ലേ നമ്മളത് ഇതങ്ങ് കളയാണ്. നമ്മുടെ ഉള്ളിലുള്ള ചെറിയ സങ്കടങ്ങളൊക്കെ കളയാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും എന്തെല്ലാം നഷ്ടപ്പെട്ടു ജീവിതത്തിൽ. നഷ്ടപ്പെടാൻ എന്താണുള്ളത്? ഒരു മനുഷ്യന് നഷ്ടപ്പെടാനുള്ള ജീവിതത്തിൽ ആകപ്പാടെ സമ്പാദിച്ച് എൻ്റെ ഏറ്റവും വലിയ 2 സമ്പാദ്യമാണ് 2 മക്കള്. നിർഭാഗ്യവശാൽ ഇപ്പം എന്നോടൊപ്പം ഇല്ല. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ 3ാമത്തെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച വീടാണ്. അതെൻ്റെ സ്വന്തം അധ്വാനത്തിൽ വെച്ച വീട്. എനിക്കില്ല. പിന്നെ ഞാൻ ഇതൊന്നും ഇല്ലാത്ത ഒരാളിന് എന്തിനാണ് കാറെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കാറ് വിറ്റു. വണ്ടി എനിക്കില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാലൊടിഞ്ഞു. ട്രെയിനിൽ വന്ന് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഓട്ടോ പിടിക്കാൻ വരുന്ന സമയത്ത് ജസ്റ്റ് ജമ്പ് ചെയ്തപ്പോൾ എൻ്റെ കാലൊടിഞ്ഞ് 2-2.5 മാസം ശാരീരികമായി ഞാൻ അവശതയിലായി. അതിനു മുമ്പ് പറഞ്ഞ ലക്ഷങ്ങൾ വേറെ ഇതുകൊണ്ട്. അപ്പൊ മുൻഷി രഞ്ജിത്ത് എന്നുള്ള പേരും ഞാനും എൻ്റെ മൊബൈൽ ഫോൺ മാത്രമായിട്ട് ഞാൻ മാറി. ഞാൻ അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ഞാൻ അപ്പോൾ വിചാരിച്ചു എനിക്ക് ഈ പൂജ്യത്തിൽ ഇവിടെ നിന്ന് തുടങ്ങണം. കാർ വയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. കാർ വിറ്റ് എനിക്ക് കാര്യം സാധിക്കാനൊന്നും ഇല്ലായിരുന്നു. എങ്കിലും കാറും വേണ്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. അവിടെ നിന്ന് എനിക്ക് തുടങ്ങണം. ഇനി എനിക്കിതെല്ലാം ഓരോന്നുണ്ടാക്കണം. അതിനുള്ള ശ്രമമാണ്. പിന്നെ അങ്ങനെ ഒരു വാശിയോടുകൂടി നമ്മുടെ ജീവിതത്തെ നമ്മളൊരു ഫോക്കസ് ചെയ്ത് പോകുക എന്നുള്ളത്. ജീവിതത്തിലെ തളർച്ചകളും വീഴ്ചകളും വരുമ്പോഴൊക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കുന്നതും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതും അമ്മയാണ് അല്ലേ? ഞാൻ പല പ്രാവശ്യവും പറഞ്ഞ അമ്മയല്ലേ നമുക്ക് ഈ പരിഭവം പരാതിയില്ലാതെ ജീവിക്കുന്ന ഒരേ ഒരാള് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എത്ര തീവ്രമായ വലിയ അസുഖം വന്നാലും നമ്മൾ അറിയത്തില്ല. കാരണം നമുക്ക് കിട്ടാനുള്ള സമയത്ത് ഭക്ഷണം എല്ലാം കിട്ടും. പക്ഷെ ആരുടെയെങ്കിലും ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരാളുടെ ഭാര്യയ്ക്ക്, എൻ്റെ ഭാര്യ എന്ന് ഞാൻ പറഞ്ഞില്ല, വേറൊരാളുടെ ഭാര്യയ്ക്ക് ചെറിയൊരു ജലദോഷവും വല്ലതും വന്നു കഴിഞ്ഞാൽ അവരറിയും. കാരണം അന്ന് അടുക്കള ഓഫായിരിക്കും. അപ്പൊ അമ്മ തന്നെയാണ്. അമ്മ ഇപ്പൊ ഈ 9 മാസം ചുമന്നു, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് സംഭവിക്കുന്നതാണ്. പക്ഷെ അതല്ലാതെ അതിന് ശേഷമുള്ള ഈ പ്രസവിച്ചതിന് ശേഷമുള്ള ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അവിടെ അതിനെ വേർപെടുത്താനൊന്നും ഒരിക്കലും പറ്റില്ല. അത് അത്രയ്ക്ക് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. ഈ പറയുന്ന ഈ വാർത്തകളിലൊക്കെ കേൾക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് തന്നെയാണ്, അത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന വാർത്തയാണെന്ന് പോലും സംശയം തോന്നും. അമ്മയെ അത് ചവിട്ടിക്കൊന്നെന്നും അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിച്ചെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതങ്ങനെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. മറ്റാരെന്തു പറഞ്ഞാലും സ്വന്തം നിലപാടിൽ നിന്ന് പിന്മാറാൻ രഞ്ജിത്തിന് കഴിയില്ല. എനിക്കൊരു നിലപാട് ഉണ്ടെങ്കിൽ, ഞാനൊരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറെക്കുറെ സമൂഹത്തിന്റെ മര്യാദയ്ക്ക് അനുസരിച്ചുള്ളൊരു ശരിയുമായിരിക്കും. കാരണം ആ രീതിയിലാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത്. സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരു നിലപാടിലേക്ക് പൊതുവെ പോകാറില്ല. ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ ചിന്തകളിലോ ആ സമയത്തെടുത്ത തീരുമാനങ്ങളിലോ തെറ്റ് വന്നേക്കാം, സ്വാഭാവികം.
പക്ഷെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ 5-6 ജീനായി പോകത്തില്ലേ. ഇത് ഒറ്റ ജീൻ മതി നമുക്ക്. ആ നിലപാട് തന്നെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. തന്നോട് ശത്രുത മനോഭാവം കാത്തു സൂക്ഷിക്കുന്നവരോട് ഉള്ളിൽ ചിരിക്കാൻ മുൻഷി രഞ്ജിത്തിന് കഴിയും. അത്രേ ഉള്ളൂ. ഈ ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമില്ലാതെ അങ്ങ് ശത്രുക്കളാണ്. ചുമ്മാതെ ഒരു കാര്യമില്ലാതെ അങ്ങ് ശത്രുക്കളായിട്ടുള്ളത്. അടുപ്പമുണ്ടെന്ന് തോന്നിച്ചവരാണ്. ശരിക്കും അവർക്ക് അടുപ്പം ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത്. മുമ്പിൽ നിന്ന് കുത്തിയ ശത്രുവിനേക്കാളും ദോഷമല്ലേ കൂടെ നിന്നിട്ട് ശത്രു ആകുന്നവര്, അവരല്ലേ ഏറ്റവും വലിയ ദ്രോഹികൾ. എനിക്ക് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒരാൾ എന്നെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് മിസ്റ്റർ നിങ്ങൾ ചിന്തിച്ചതല്ല, മനുഷ്യനെടുത്ത് അങ്ങനല്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയാൻ പോവില്ല. കാരണം ഒന്ന്, എന്നെ അറിയാവുന്നവരൊരിക്കലും എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ പറയുകയോ ചെയ്യില്ല. അറിയാത്ത ഒരാൾ അത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മോശമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് മാറ്റാൻ തയ്യാറുമായിരിക്കില്ല, ഞാൻ ഇനി എത്ര പറഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് അയാളുടെ പോകാറില്ല. അങ്ങനെ ഒരാൾ ചിന്തിച്ചിട്ടുണ്ടോ, ശരി ആ വഴി അവിടെ നിൽക്കട്ടെ, ഞാൻ ഈ വഴി. ഒരാളിനെയും ഞാൻ കറക്റ്റ് ചെയ്യാൻ പോകത്തില്ല. അത് എൻ്റെ മക്കളോട് പോലും, മോനെ ഞാൻ നിനക്ക് അത് ചെയ്തിട്ടുണ്ട് ഞാൻ പറയാൻ പോയിട്ടില്ല. അവന് തനിയെ എപ്പോഴെങ്കിലും തോന്നിട്ട് ഞാനത് ചെയ്തു ഇപ്പോൾ മാത്രമേ ശരിയായ മതി. ആരോടും ഞാൻ പോകാറില്ല. ഒരാൾ എന്നെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നുകൊണ്ടാണ്. എന്നെ അറിയാവുന്നവർ അങ്ങനെ ചിന്തിക്കത്തില്ല. രഞ്ജിത്ത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് എന്നെ അറിയാവുന്ന ഒരാൾ ഒരിക്കലും പറയില്ല. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ പുറത്താണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. ഈ ലോണും കൂടുന്നത്. സ്നേഹം കൊണ്ട് രഞ്ജിത്തിനെ തോൽപ്പിക്കാൻ കഴിയില്ല. പിന്നെ സ്നേഹം കൊണ്ട് മാത്രമേ തോൽപ്പിക്കാൻ കഴിയൂ. സ്നേഹിക്കുമ്പോ സ്നേഹിക്കും, എന്നെ തോൽപ്പിക്കൂ. ഞാൻ തോൽക്കാൻ തയ്യാറാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അറിയില്ല എന്നെ തോൽപ്പിക്കണോ? സ്നേഹം കൊണ്ടല്ലേ എല്ലാവരും തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഈ പിന്നെ ക്രൂരത കൊണ്ടോ അല്ലെങ്കിൽ വലിയ കർക്കശ്യം കൊണ്ടോ ഒന്നും വലുതായിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എനിക്ക് പലരും തോൽപ്പിക്കാൻ കഴിയാത്തത്. ഞാൻ ഇച്ചിരി സ്നേഹത്തിനേക്കാൾ കൂടുതൽ എന്റെ കർക്കശ്യമോ അല്ലെങ്കിൽ എന്റെ ചില ചിട്ടകളോ അതിന് ഇച്ചിരി ഒരു പടി മുന്നിൽ നിൽക്കും. സ്നേഹം അവിടെ കിടപ്പുണ്ട്. ഇതില്ലെങ്കിൽ ആ സ്നേഹത്തിനായിരിക്കും പ്രയോറിറ്റി വരിക, അല്ലെങ്കിൽ അത് പ്രൊമിനൻസ് വരിക. ഇത് മറ്റേത് കിടക്കുന്നുണ്ടല്ലോ, അത് ഇച്ചിരി സപ്രസ് ആയിട്ട് കിടക്കുന്നു. അതുള്ളവരും പലരും അറിയുന്നില്ല. സ്നേഹിക്കാൻ വിതുമ്പുകയും സ്നേഹം കൊതിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. എവിടെ പോയാലും ഏത് സാഹചര്യത്തിൽ പെട്ടാലും എന്ത് വിഷയം കൈകാര്യം ചെയ്യുന്നതിനും റീപ്ലേസ്മെന്റ് ആയ ഒരു സ്ട്രാറ്റജി മുൻഷി രഞ്ജിത്തിന് ഉണ്ടാകും. അങ്ങനെ പലപ്പോഴും ഒന്നും ഉണ്ടാവാറൊന്നുമില്ല. ആ പാടം അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് പൊതുവെ സംഭവിക്കാറ്. രക്ഷപ്പെടുക, വലിയ സ്ട്രാറ്റജി ഒക്കെ വെച്ച് അവിടെ നിന്ന് നിൽക്കാനോ പിടിക്കാനോ ഒന്നും പോവാതെ ഉള്ള നേരം കൊണ്ടങ്ങ് സ്ഥലം വിടുക. അല്ല, നമുക്ക് നമ്മളുടെ സമയം നമുക്ക് നമ്മുടെ കയ്യിൽ, നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. ഇത് ഒരാളിനെ നന്നാക്കി അവിടെ അങ്ങ് ക്ലിയർ ആക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് നമുക്ക് EMI അടയ്ക്കണമല്ലോ. നമുക്ക് ഇവിടത്തെ ഇവരെ നന്നാക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? ഒന്നാം തീയതി അല്ലെങ്കിൽ മറ്റേതൊക്കെ അടച്ചോണ്ടിരിക്കണ്ടേ? ചെമ്മി ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നീ ബാങ്കുകാർ ലോൺ കൊടുക്കുക, EMI ഒന്നും ചെയ്തിട്ടുണ്ടാവത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുന്ന സമയത്ത് മഹാത്മാഗാന്ധി ലോൺ എടുത്ത് എന്റെ ബാങ്കിൽ നിന്ന് വിളിച്ചാൽ പുള്ളി ലോൺ അടയ്ക്കാൻ പോകും, ഉപ്പ് സത്യാഗ്രഹത്തിന് പോകും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്ന് ഈ ബാങ്കുകാർ EMI ഇന്ത്യയെ കൊണ്ടുവന്ന അന്ന് തുടങ്ങിയാണ് നമ്മുടെ ഈ പ്രാരാബ്ദവും കഷ്ടപ്പാടും ഈ പുരോഗതി ഇല്ലായ്മയൊക്കെ. മഹാത്മാഗാന്ധിയുടെ ഒക്കെ കാലഘട്ടത്തിൽ ഈ ലോണോ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യ സമരം നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. അടവും കാര്യങ്ങളൊക്കെ ഉപ്പ് സത്യാഗ്രഹം എല്ലാവരും റെഡിയാകുന്ന പറയുമ്പോഴത്തെ കസ്റ്റഡി വിളിച്ചു, ബാങ്കിൽ നിന്ന് വിളിച്ചായിരുന്നു, ഈ മാസത്തെ അടവ് മുടങ്ങിയിട്ടുണ്ടെന്ന്. ഷോ, ഇന്ന് യാത്രയില്ല, ഞാൻ ലോൺ അടച്ചിട്ട് വരാം എന്ന് പറയത്തില്ലേ? പക്ഷെ ഈ ചോദ്യത്തിന്റെ ഇതിനുള്ള ആൻസർ കുറച്ചു മുമ്പേ ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ അതുപോലെ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒന്നാണ് നേടാനുള്ളതെങ്കിൽ അവിടെ ഈ സ്ട്രാറ്റജി ഒക്കെ ഉപയോഗിച്ച് ചേട്ടൻ അവിടെ നിൽക്കും. എന്റെ സിനിമ എനിക്ക് ലോൺ അടയ്ക്കാൻ വേറെ വഴി ഇവിടെ ഉണ്ടെങ്കിൽ അതവിടെ നിൽക്കും. അതെ, ഞാൻ പറഞ്ഞല്ലോ, സിനിമയാണ് ഇപ്പൊ എന്റെ പ്രയോറിറ്റി. അപ്പൊ സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഞാൻ പറയുന്നതനുസരിച്ച് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് പോകാനൊന്നും നടക്കത്തില്ല. സിനിമയുടെ ലൊക്കേഷനിൽ പോയാൽ പോലും എന്റെ രീതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. പക്ഷെ അവിടെ തന്നെ നമുക്ക് ഒരു പരിധി വരെ അതിനനുസരിച്ച് ഒപ്പിച്ച് പോവുകയും എന്നാൽ എന്റേതായി പറ്റുന്ന അത്രയും പോലെ ഞാൻ ചെയ്യുകയും ചെയ്യും. അത് എന്റെ ഒരു രീതി അവിടെ നിന്ന് ഇച്ചിരി വ്യത്യാസമായിരിക്കും, പക്ഷെ അത് അവർക്ക് ദ്രോഹമാവത്തില്ല. അല്ലാതെ ഒറ്റയടിക്ക് കള്ളിവെലി ഇല്ല എന്നും പറഞ്ഞൊന്നും ചാടില്ല. ഒരു ഉദാഹരണം, ഇപ്പൊ എനിക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ വിശക്കും. അപ്പൊ ബ്രേക്ക് പറഞ്ഞില്ല, 1:30 ബ്രേക്ക് പറയുന്നുള്ളെന്ന് വെച്ചോ, അല്ലെ 2 മണിക്കാതെ ഞാൻ രഹസ്യമായിട്ട് 1 മണിക്ക് പോയി ഞാൻ ഒറ്റയ്ക്കും കഴിക്കും. അല്ലാതെ നിങ്ങൾ ബ്രേക്ക് പറയണം, എനിക്ക് ഭക്ഷണം കഴിക്കണം, നിർത്ത് എന്ന് പറയുമ്പോഴല്ലേ അവർക്ക് ബുദ്ധിമുട്ടാവുള്ളൂ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ അതിനുള്ള ഗ്യാപ്പ് കണ്ടുപിടിച്ച് ഞാൻ കഴിച്ചോളും, ആരും അറിയത്തില്ല.
കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ ടേക്കിന് വിളിച്ചിട്ട് ഞാൻ കൈ എഴുതിയിട്ട് ഓടിച്ചെന്ന് സാർ ആക്ഷൻ പറഞ്ഞു അതാ വരുന്നെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേർ പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുതരും ഭക്ഷണം. അത് കഴിച്ചു. ഭക്ഷണത്തിന്റെ കാര്യം മാത്രമേ ഒരു ഉദാഹരണമായിട്ട് പറയാനാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും രാവിലെ നമ്മുടെ റൂമിൽ വണ്ടി ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ വണ്ടി റെഡി ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നു എന്നെ ഒരുപാട് നേരം നിർത്തിക്കരുത്. അങ്ങനെ എല്ലാവർക്കും മറ്റുള്ളവർക്ക് അവിടെ നിന്ന് ചവിട്ടി തേച്ച് വൈകുന്നേരം സ്മാൾ അടിക്കുന്നതിനുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കാവുന്ന എനിക്കതൊന്നുമില്ല. എനിക്ക് നേരെ റൂമിൽ പോവുക അല്ലെങ്കിൽ വീട്ടിൽ പോവുക. അപ്പൊ അതൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ നമ്മുടെ ഒരു ഏരിയ നമ്മൾ സേഫ് ആക്കി വെക്കാൻ നോക്കും. എല്ലാ സാഹചര്യത്തിലും അങ്ങനെ തന്നെ പറ്റട്ടെ എന്ന് വിഷയുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. സംഭവിക്കാതില്ല പലപ്പോഴും, എന്നാലും നോക്കാം. ജീവിതത്തിൽ ഒറ്റയാനായി തുടരാൻ മുൻഷി രഞ്ജിത്തിന് മടിയില്ല. ഒറ്റയാനായി തൊടാൻ മടിയില്ല. പക്ഷെ ഒറ്റയാനായി തൊടാനല്ല, ഒരുപാട് പേര് കൂടെ വേണമെന്നുള്ളതാണ്. സ്നേഹിക്കാൻ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഒറ്റയ്ക്ക് മുന്നേറും? ഒറ്റയാനെന്ന് പറഞ്ഞാൽ ഒറ്റയാൻ സ്വഭാവം ശരിക്കും ഒറ്റയാൻ. പക്ഷെ എന്ന് വിചാരിച്ചത് നമ്മള് ചുറ്റും ആളുകൾ ഇല്ലാതിരിക്കാൻ പാടില്ല, ഉണ്ടാവണം. സ്വഭാവത്തിന് ഒരു ഒറ്റയാൻ സ്വഭാവം ഉണ്ട്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവല്ലോ കുറച്ച് കാര്യങ്ങൾ. സ്വഭാവത്തിലുള്ള ഒറ്റയാനാണ്, അല്ലാതെ ജീവിതത്തിലെ ഒറ്റയാനാണെന്നല്ല അതിന്റെ അർത്ഥം. അതെന്തൊരു മുരടിച്ച ലൈഫാണല്ലേ. ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഒരാൾക്ക് എത്ര നാൾ നിൽക്കാൻ പറ്റും? കൂടെ ഓരോ ആൾക്കാരും സുഹൃത്തുക്കളും, അത് പല രൂപത്തിൽ പല ഭാവത്തിൽ പലരും കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും ഇല്ല. ഈ പറഞ്ഞതുപോലെ നമ്മള് ചിന്തിക്കാം, ഇത്രയും പേര് എല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അതാത് സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ്. ചില സമയങ്ങളിൽ ഓരോരുത്തരും ഒപ്പം ഉണ്ട്, കൂടെ ഉണ്ട്, ഒരു ആളും ബഹളവും ഒക്കെ ഉണ്ടെന്നൊക്കെ അത് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒറ്റയ്ക്ക് പോകുന്നവർ പോലും ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്ക് മതിയെന്ന് ചിന്തിക്കുന്നവർക്ക് പോലും ചുറ്റും ചില സമയങ്ങളിൽ ചില ആളുകൾ വരും. അത് ഈ ഒറ്റയും ഈ കൂട്ടവും തമ്മിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. ഒറ്റയായിട്ടും കൂട്ടമായിട്ടും വ്യത്യാസപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അല്ല, എണ്ണയും വെള്ളം പോലെ തന്നെ മാറി മാറി തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ യോജിക്കാറൊന്നുമില്ല. ചില സമയങ്ങളിൽ അങ്ങനെ വന്ന് പോകും. അത് സാഹചര്യങ്ങളിൽ അത്രേ ഉള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണത്. പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ ഞാൻ വെട്ടിക്കളയാം. വേണ്ട, അത് പറഞ്ഞതായിട്ട് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് കൂടെ പോവാം. ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇവരെ അറിയുമോ. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ പേരാണ്. അവരുടെ പേര് ഞാൻ പറയാം. അപ്പൊ അവരെ ചേട്ടൻ എങ്ങനെയാണ് പരിചയം, അറിയുമെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ആദ്യം തൊപ്പി. എനിക്കറിയത്തില്ല. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, പിന്നെ മൊബൈലിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിന് പരിചയമൊന്നുമില്ല. അങ്ങനെ ഒരാൾ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളുടെ കൂട്ടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരുപാട് അറിയണമെന്ന് ആഗ്രഹിക്കാത്ത ഒരുപാട് പേരുണ്ട്. ആ ഒരു ഏരിയയിൽപ്പെട്ടാണ് ഞാൻ. അയാളൊന്നും സമൂഹത്തിൽ എന്തെങ്കിലും നല്ലത് കൊടുത്തായിട്ട് എനിക്ക് എന്തൊന്നുമില്ല, എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് അന്വേഷിക്കാൻ പോയില്ല. ചിലപ്പോ എന്റെ അറിവില്ലാത്തടത്ത് വേറെ കൊടുത്തിട്ടുണ്ടാവും, അറിയില്ല. എന്റെ അറിവില്ല, അതുകൊണ്ട് ഞാൻ അന്വേഷിക്കാൻ പോയില്ല. പരിചയമില്ല, പരിചയപ്പെടേണ്ട സാഹചര്യം വന്നിട്ടില്ല. തനി മലയാളി അതെന്ത് സംഭവം? അത് എനിക്കതൊന്നും അറിയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ മിക്കവാറും പറയുന്നൊന്നും എനിക്ക് അറിയാത്തായിരിക്കും. ആ പാടെ എനിക്ക് രേണുസുതിയെ മാത്രമേ അറിയാം. ഈ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമല്ലേ ഉള്ളൂ. അടുത്ത പേരാ രേണുസുതി. കറക്റ്റ് ആയിട്ട് വന്നു. രേണുസുതിയുടെ ഫാനാണോ താങ്കൾ? ഫാനൊന്നും അയ്യോ, ചുമ്മാ ഇത് ഫോണിനകത്തൊന്നും മാറണ്ടേ. ഈ ഫോണിനകത്ത് ഫോണെ രേണുസുതി വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് എപ്പോഴും ഇങ്ങനെ വരും. അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ വീണ്ടും ഞാൻ കാണത്തില്ല. ഞാൻ എപ്പോഴും ഒരെണ്ണം കണ്ടേ നോക്കിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഇതിന്റെ ക്യാപ്ഷനൊക്കെ വായിക്കുമ്പോഴും അതിന്റെ ഒരു തുടക്കമൊക്കെ കാണുമ്പോൾ അറിയില്ല. എപ്പോഴും അങ്ങനെ കളി നമുക്ക് അവര് മോശമെന്നോ അല്ലെങ്കിൽ വേറെ അതൊന്നും അല്ല അതിനകത്ത് പറയുന്നത്. അവർ ചെയ്യുന്ന ജോലി കൊള്ളാത്തതാണെന്നോ അല്ലെങ്കിൽ അവര് സമൂഹത്തിന് വേണ്ടാത്ത ആളോ ഒന്നുമല്ല. അവരവരുടെ ഒരു മേഖല കണ്ടെത്തി അവർ ചെയ്യുന്നു. പക്ഷെ അതിനകത്തൊന്നും എനിക്കൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ കാണുന്നില്ല എന്നുള്ളത്. അത്രേ ഉള്ളൂ. അതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ ഞാൻ പലരും വിമർശിക്കുന്നുണ്ടല്ലോ അവരെ. ഞാൻ ഈ കമന്റുകൾ വായിക്കുക അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ ഇതുപോലുള്ള സൗഹൃദ ചർച്ചകളിലൊക്കെ പലരും കാണിക്കുന്ന അങ്ങനെയൊക്കെ ചോദിക്കുന്നതായിട്ട് കേൾക്കും. ഞാൻ പറയാം, അതെന്താ കുഴപ്പം വരുന്നത്? പക്ഷെ ഈ ഒരു നടൻ അല്ലെങ്കിൽ നടിയും ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ടൂളും ശരീരം തന്നെയാണ്, മുഖവും ശരീരമാണ് നമ്മുടെ ഒരു ആക്ടറുടെ ടൂള്. അതുപോലെയാണ് അവരും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നവർ വേറൊരാൾ ചെയ്യുമ്പോൾ അത് നല്ലതും ഇവർ ചെയ്യുമ്പോൾ അത് മോശമാകുന്ന എങ്ങനെയാണ്? അതുകൊണ്ട് അവർ ചെയ്ത് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അവർ ചെയ്യാൻ തുടങ്ങി, പെട്ടെന്ന് ഹൈപ്പായി പോയതാണോ അവർ ചെയ്ത് തെറ്റ്? അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ. അവരുടെ വഴി കൂടെ പോട്ടെ. ഞാൻ എപ്പോഴെങ്കിലും കണ്ടാലും പരിചയപ്പെടും. പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ തീവ്രമായ ആഗ്രഹമല്ല, കണ്ടാൽ ഞാൻ തിരിഞ്ഞു പോവില്ല. ചിലരെ കാണുമ്പോൾ ആ വഴി പോയേക്കാമെന്ന് വിചാരിക്കില്ല. ഇത് ഇവരെ കണ്ട കാരണം ഒരു കാര്യമുണ്ട്, അവര് സ്ത്രീയാണ്, അവര് സിംഗിളാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നതിനകത്തുള്ളൊരു കണക്ഷനാണത്. അപ്പൊ അവര് ചെയ്യുന്ന ഒരു ജോലി, അവര് ഒരു ഫാമിലി ഉണ്ട്, കുട്ടിയുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അതിന് ആരുടെയും വേറെ അനാവശ്യ പണികൾക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട്.
അവരെ കണ്ടാൽ പരിചയപ്പെടുകയും ചെയ്യും. പറ്റുമെങ്കിൽ ഒരു റീലും ചെയ്യും. ചേട്ടൻ മുൻശരീരത്തിന്റെ ഒരു റീല് ചെയ്യാമേ? മനസ്സിൽ ആഗ്രഹം ചെയ്യാറുണ്ടോ? റീൽസ് ചെയ്യാറുണ്ടോ പൊതുവെ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ സീരിയൽ ലൊക്കേഷനൊക്കെ ചെയ്യുമ്പോൾ ചില പെൺപിള്ളേരൊക്കെ പറഞ്ഞ ചേട്ടാ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാറില്ല. എന്റെ താല്പര്യത്തില് ഞാൻ ഇതുവരെ ജീവിതത്തിൽ റീൽ ചെയ്തിട്ടില്ല. അത് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിക്കുക. നമുക്ക് രേണു നമുക്ക് അടുത്ത ഇന്റർവ്യൂ അല്ല ഇവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്യായിരുന്നല്ലോ, ഇവിടെ ഒരു റീല് ഷൂട്ട് ചെയ്യായിരുന്നല്ലോ. സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ, ഈ അവസാനം പറഞ്ഞത് NB വേണ്ടയ്ക്ക് കളയാന്ന് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് എന്തായാലും വേണം. ഞാൻ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയാനുള്ള കാര്യം, അല്ലാതെ ഇതിന് ശേഷം പറഞ്ഞു ചുമ്മാ ഒരു ജോക്ക്. ഓക്കെ, അതെന്തായാലും ചേട്ടന് ഉടനെ തന്നെ ആ ആഗ്രഹങ്ങളെല്ലാം നടക്കാൻ പറ്റും. ഇത് നടക്കേണ്ട ആഗ്രഹമൊന്നും അല്ലെന്ന്, വലിയ തീവ്രമായ ആഗ്രഹമല്ല. എനിക്ക് നടക്കണ്ട, എനിക്ക് ലോൺ അടയ്ക്കണം, ആ ആഗ്രഹം നടക്കട്ടെ. അത് നടക്കട്ടെ. ഓക്കെ, അടുത്തത് ശാരിക. ശാരിക നമ്മുടെ ഈ ഇന്റർവ്യൂവർ മറ്റേ വോയിസ് കട്ട് ചെയ്ത. അയ്യോ, എനിക്ക് അതവരെ പരിചയപ്പെടണം എന്ന് ആഗ്രഹമുണ്ടോ? ഇന്റർവ്യൂവർ എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഷാർപ്നെസ്സും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ മുമ്പിൽ ചെന്നിരിക്കാൻ ചിലപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഇനി എൻ്റെ അടുത്ത് എന്നെ അങ്ങനെ വല്ല ചോദിച്ചു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ അവരുടെ ഇന്റർവ്യൂ പ്ലേ ആണോ എന്നൊന്നും എനിക്കറിയില്ല കുറേയൊക്കെ. എന്തായാലും എന്തായാലും അവരെനിക്ക് പരിചയപ്പെടുന്ന ആഗ്രഹമുള്ളതാണ്. കാരണം നമ്മുടെ അവതാറിൽ ഒരു അംഗമാകേണ്ട ആളല്ലേ. അതെ. അപ്പൊ ഞാൻ ശാരികയുടെ ഒരു ഇന്റർവ്യൂ ഞാനിവിടെ സെറ്റ് ആക്കി ഞാൻ പറഞ്ഞ ചേട്ടൻ റെഡിയാണോ? പ്രൊവോക്കിംഗ് ഒരു ഷോയില് വരാമോ? പിന്നെ ഞാൻ ആലോചിക്കും, മാനസികമായി ശാരീരികമായി പ്രിപ്പയർ ചെയ്യട്ടെ. ശാരികയോട് കൊമ്പ് ഓർക്കണ്ടേ? ശാരിക പ്രൊവോക്ക് ചെയ്തോളും ചോദ്യങ്ങളുമായിട്ട് കേട്ട്. അവളോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റണം താങ്കൾ. അതാണ് അതിനുവേണ്ടി ഞാൻ തയ്യാറാവണം. കുറെ കാലമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ട്. അപ്പൊ തയ്യാറാക്കിയപ്പോ പറയണം കേട്ടോ. ശാരികയോട് റെഡി ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ടൊന്ന് സോഫ്റ്റ് ആക്കട്ടെ. അല്ലെ, നിങ്ങളാണോ മനുഷ്യ രഞ്ജിത്ത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പാടാം. അത് അതിന് മുമ്പ് ആദ്യം പരിചയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എത്ര പരിചയമുള്ളവരാണെങ്കിലും ഈ ഹോട്ട് സീറ്റിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ ശാരിക വേറൊരു ശാരിക നിങ്ങൾ പ്രൊവോക്ക് ചെയ്തിരിക്കും. എങ്കിൽ ഞാൻ പരിചയപ്പെട്ടില്ലെന്ന് പറഞ്ഞു, ആ ഏരിയയിലോട്ടില്ലെന്ന് പറഞ്ഞു. വേണ്ട. അടുത്തത് RJ അഞ്ജലി. മറ്റേ കുണ്ടിക്ക് മൈലാഞ്ചി ഇടുന്ന കാര്യം വല്ല കാര്യമുണ്ട്. പിള്ളേർക്കൊക്കെ വേറെ എന്തെല്ലാം ഭാഗത്ത് മൈലാഞ്ചി ഇടാം, അവിടെ മാത്രമേ ഇതിനകത്തൊക്കെയാണ് ഒരു ജോക്ക് കണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെ കാണണമെന്ന് പരിചയപ്പെടും. ചിലപ്പോൾ ആ സമയത്ത് അവരുടെ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ചെയ്യിച്ചതോ അത് അപ്പൊ പറ്റിയൊരു തെറ്റോ ഒക്കെ ആയിരിക്കാം. ഒരുപക്ഷെ അവരത് തിരുത്തിയിട്ടുണ്ടാവും. ഇനി അങ്ങനെ ഒരിക്കലും വരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് പറ്റിയ തെറ്റായിരിക്കും. കൊച്ചാണോന്നറിയില്ല. എനിക്ക് ആ പോർഷൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിനു മുമ്പ് എന്തോ പ്രാങ്ക് ഒക്കെ ചെയ്യുന്നതും ഫോൺ വിളിയൊക്കെ ഇടയ്ക്ക് ചില ഫേസ്ബുക്ക് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതും മറ്റൊരു സ്ത്രീയോട് വിളിച്ചിട്ട് ഒരു ജോലി എന്നെ ചില സുഹൃത്തുക്കൾ വിളിച്ചിട്ടെ, ഞാൻ സംവിധായകൻ ബ്ലെസ്സിയാണ്, നിങ്ങൾക്ക് നാളെ ഒരു സിനിമയിൽ ഒരു വേഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ അയ്യോ സാർ പിന്നെ ഞാൻ എപ്പോൾ പറഞ്ഞ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 സെന്റൻസ് കഴിയുമ്പോഴത്തേക്ക് സാറല്ല ഇത് ഇവനാണെന്ന് മനസ്സിലാവും. എനിക്ക് ഭയങ്കര ദേഷ്യമാണത്. ഇത്തരത്തിൽ പറ്റി ഞാൻ എന്റെ തീവ്രമായ ആഗ്രഹത്തിന്റെ നേരെയാണ് അവൻ ഈ കൊഞ്ഞനെ കുത്തിയത്. ഞാൻ സിനിമയിൽ ഒരു അഭിനയിക്കാൻ വേഷം കാത്തു നിൽക്കുന്ന എന്നെന്നല്ല, ഇതുപോലെ ഒരുത്തരം ചെയ്യരുത്. എത്ര സുഹൃത്തുക്കളായാലും അത്രയും തീവ്രമായി ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളിനടുത്ത് ഇവൻ ഇങ്ങനെ ഈ കൊഞ്ഞനെ കാണിക്കാന്ന് പറഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലണം. പിന്നെ അവനെ ജീവിക്കേണ്ട ഈ സമൂഹത്തിൽ. അതാണ് വേണ്ടത്. അങ്ങനെ പറ്റിയാൻ കൊള്ളാം. അവരുടെ ഒരു പ്രൊഫഷനാണ് അവർ ഈ മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് അവർ ചെയ്ത് അവരെ വിളിച്ചിട്ട് വേണ്ടാത്ത സ്ഥലത്തൊക്കെ അത് ഇട്ട് തരാന്ന് പറഞ്ഞാൽ അത് മഹാ പോക്കൃത്തരൊന്നും അങ്ങനെ പറയാവോ? നല്ല ഭാഷയാണോ? സംസ്കാര സമ്പന്നമായ ഭാഷയാണോ? അങ്ങനത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അനുമോൾ സ്റ്റാർ മാജിക്. അനു നമ്മുടെ ഇവിടെ സീരിയലില് സൂസുവിൽ അഭിനയിച്ചാളെ. എന്നോട് വലിയ റെസ്പെക്ട് ഒക്കെ ഉള്ള, ഞാൻ ഈ പറഞ്ഞ പോലെ അവളും ഈ പറഞ്ഞ പോലെ ഒരാളാണ്. ചെറുപ്പത്തിലെ മുതൽ അഭിനയ രംഗത്ത് വന്നു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മാനേജ്. ഞാൻ അവിടെ അഭിനയിക്കുന്ന സമയത്ത് അനുമുമ്പ് എന്തോ കാറൊക്കെ വാങ്ങിച്ചത്, കാറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ സ്വന്തം കാര്യങ്ങൾ നോക്കി അത് കൃത്യമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നവരോട് എനിക്ക് നല്ല താല്പര്യവും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചെനിക്കും അവസാനം തരുന്നുണ്ട്. നല്ല കുട്ടി. ലാസ്റ്റ് വൺ ബിന്നി നൂബിൻ. അതാരാണ്? സീരിയൽ ആക്ടറാണ് ബിന്നി. നമ്മുടെ ഏഷ്യാനെറ്റിലെ ഒരു സീരിയലില് ഇപ്പൊ കഴിഞ്ഞു, ഗീതാ ഗോവിന്ദം എന്ന് പറഞ്ഞ സീരിയലില്. അറിയില്ല. അറിയില്ല. ഓക്കെ.